ഇന്ന് നിങ്ങൾ എന്ത് എ ഐ എന്ന് പറഞ്ഞാലും, എലോൺ മസ്ക് എന്ന് പറഞ്ഞാലും, ഡീപ് സീക്ക് എന്ന് പറഞ്ഞാലും, ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാലും, മാർസ് ചെയ്തിട്ടുള്ളത് ന്യൂട്ടൺ ചെയ്ത പോലത്തെ ഒരു കാര്യമാണ്. സോ ഫണ്ടമെൻ്റൽ. ആ ഫണ്ടമെൻ്റൽ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമുക്ക് സയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലല്ലോ. പക്ഷേ വേറൊരു കാര്യം, ഇപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമം ഈ സ്കൂളിൽ പോകാത്തവർക്കെല്ലാം അറിയാം. അല്ല, ആളുകളുടെ സ്വകാര്യ സംഭാഷണത്തിൽ അതെ അതെ അത് ന്യൂട്ടൻ്റെ നിയമം എന്നല്ല, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ന്യൂട്ടൺ 300 കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യം നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾ പോലും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. നീ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ന്യൂട്ടൻ്റെ ചലന നിയമം പ്രയോഗിക്കുന്നൊക്കെ പറയും ആൾക്കാർ, അല്ലേ? പക്ഷേ അത് ഐൻസ്റ്റീനിലേക്ക് വന്നപ്പോൾ ഐൻസ്റ്റീൻ എന്താ പറഞ്ഞ് ESM mc² എന്ന് എല്ലാവർക്കും അറിയാം, കുറേ ആളുകൾക്കറിയാം, അല്ലേ? പക്ഷെ അതിൻ്റെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അറിയില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ലോകത്തെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരാജയം, മാർസ് എന്ന ന്യൂട്ടൻ്റെ അത് ഐൻസ്റ്റീനിലേക്ക് വരെ നീണ്ടുപോകുന്ന ചിന്തകൾ കൊടുത്തിട്ടുള്ള മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ തോട്ട് എന്താണ് എന്ന് കോമൺ മാനിനെ പഠിപ്പിച്ചോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതാണ് ഞാൻ ശ്രമിക്കുന്നത്.